രാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. ഏട്ടനോടും ഏട്ടത്തിയോടും മര്യാദയില്ലാത്ത ഭാഷയിൽ സംസാരിച്ചത് ശരിയായില്ലെന്ന് സുദീപിനോട് പറയുന്ന ശ്രുതി. ശ്രുതിയുടെ പ്രസവം ഡോക്ടർ സൂസന്റെ സാന്നിധ്യത്തിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറണമെന്ന് മനസ്സില്ലാ മനസ്സോടെ പറയുന്ന സബിത. ഇത് കേട്ട് വിഷമിക്കുന്ന ശ്രുതി ഒടുവിൽ അവൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. വിഷമവൃത്തത്തിലാവുന്ന രവിയും സബിതയും. ശ്രുതി ഇവിടെ നിന്ന് മാറുന്ന കാര്യം സുദീപിനോട് പറയുന്ന രവി. അങ്കലാപ്പിലാവുന്ന സുദീപ്. ഇനി തുടർന്ന് കാണുക. അവൾ വന്നു കയറിയതിന് ശേഷം ഈ വീട്ടിലെ കലഹം തീർന്നിട്ടില്ല. ഗതികെട്ടവളാ. എന്നാലും ആ കുഞ്ഞ് ഇനി ആ പ്രതീക്ഷയൊന്നുമില്ല മോനെ. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ലീഗലായിട്ട് ദത്തെടുക്കാമോ നോക്കണം. പിന്നെ നീയില്ലേ തറവാട് നിലനിർത്താൻ, അത് മതി. അവള് പോട്ടെ. അത് രവിയേട്ട, അവള് ഈ പറയുന്നൊന്നും സത്യമായിരിക്കണമെന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അവൾക്ക് ആരുമില്ലാന്ന് തന്നെയാ. അച്ഛൻ്റെ ഈ വീതം വെപ്പും ഷെയറും കൂടി ആയപ്പോ എല്ലാം അവൾക്ക് ബാധ്യതയാവുന്ന അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവള് രക്ഷപ്പെട്ടു പോയത്. ആ, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ തൊല്ല ഒഴിയുമല്ലോ. രവിയേട്ട, അങ്ങനെയൊന്നും പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കൂന്നല്ലേ പറഞ്ഞത്? അവൾ അവിടെ നിന്ന് പോയി എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാലോ? അവൾ ഒന്നല്ല, 2 ജീവനാ. സി, ആരാ അതിന് ആൻസർ പറയണ്ടേ? രവിയേട്ടനും സബിതേച്ചിയും. ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. രവിയേട്ട, നമ്മൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ്. അങ്ങനെയൊന്നും അവള് ചെയ്യില്ല. വല്ലാത്ത മനക്കരുത്തുള്ളവളാ ശ്രുതി. ഇപ്പോ അവള് പറയുന്നത് വിശ്വസിക്കാനും അനുസരിക്കാനുമല്ലേ നമുക്ക് പറ്റൂ. ദർശന ഡോക്ടറാ അവളെ ആദ്യം അവിടെ അഡ്മിറ്റ് ചെയ്തത്. വീണ്ടും തിരിച്ചവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. ബാക്കി അവര് തീരുമാനിക്കട്ടെ. നമ്മുടെ ബാധ്യത തീരുമല്ലോ. രവിയേട്ട, ഒന്നുകൂടി ഒന്ന് വേണ്ട പൊടിമനെ, അതങ്ങ് വിട്ടേക്ക്. അവള് നിന്നോട് യാത്ര പറയാൻ വന്ന് നിൽക്കുക. പറഞ്ഞിട്ട് പോക്കോട്ടെ. നീ ആ ജയസുതി ഒന്ന് വിളിച്ചു പറ, അവക്കൊരാശ്വാസമാവട്ടെ. മോളെ ശ്രുതി, നമ്മളൊരു തീരുമാനമെടുത്തല്ലോ. ഇനിയിപ്പോ ശ്രുതി തന്നെ പറയും. നിന്നോട് ചോദിച്ചിട്ടല്ല ഞാനിങ്ങോട്ട് വന്നത്. പക്ഷെ പോകുമ്പോ നിന്നോടൊരു വാക്ക് പറയാതെ പോവാനും മനസ്സനുവദിക്കുന്നില്ല. ഇഷ, നീ എങ്ങോട്ടാ? നീ എവിടെ പോവാനാ? എന്തുമാത്രം കള്ളങ്ങളാ നീ പറയുന്നേ? ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാ? എന്തിനാ? എനിക്കറിയില്ല സുധി. വന്ന നാള് മുതൽ പറയാൻ തുടങ്ങിയ കള്ളങ്ങളാ. ഇതോടെ തീരും. ഇത് അവസാനത്തെ കള്ളവാ. അതെന്തിനു വേണ്ടിയെന്നാ ഞാൻ ചോദിക്കുന്നേ? എന്താ എന്താ നിന്റെ മനസ്സിലുള്ളത്? ഒന്നും ചോദിക്കണ്ട, ഒന്നും പറയണ്ട. ഉത്തരവില്ല ഒന്നിനും എനിക്ക്. ഉത്തരം മാത്രമല്ല, മുന്നോട്ടൊരു വഴിയും. ഈ നിമിഷം വരെ എന്നെ അറിയുന്ന ഒരാളുടെ വീട്ടിലാ ഞാൻ ഉണ്ടായിരുന്നെന്നുള്ള ധൈര്യം ഇന്ന് രാത്രി മുതൽ എനിക്കുണ്ടാവില്ല. ഭയമല്ല, ഒരു മരവിപ്പ. ഇതോടെ ഈ വീട്ടിലെയും ജയസുധയുടെ വീട്ടിലെയും എല്ലാ പ്രശ്നങ്ങളും തീരും. ഒപ്പം നിന്റെ പ്രശ്നങ്ങളും. ഞാൻ എന്താ പറയേണ്ടത് നിന്നോട്? നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നേ?
ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത ഈഷ? ആർഗ്യുമെന്റ്സിന് ആരോപണങ്ങൾക്കൊന്നും ഞാനില്ല. ഞാൻ ഇറങ്ങാം. ജീവിതത്തിൽ ഒരിക്കലും ഇനി തമ്മി കാണില്ല. കാണരുതെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ജയസുദ്ദീനെ സ്നേഹിക്കണം. സ്വപ്നം കണ്ട പോലെ എല്ലാം ജീവിക്കണം. എനിക്കറിയാവുന്ന സുദീപ് തല ഉയർത്തിപ്പിടിച്ച് നടന്നിരുന്നവനാ. അങ്ങനെ കാണാനാ എല്ലാവർക്കും ഇഷ്ടം. ഈഷ, ഈഷ, നിന്റെ കുഞ്ഞ് ആരുടെ കുഞ്ഞ്? ആരുടെ കുഞ്ഞാ നീ ചോദിച്ചത്? എന്റെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്. ഇപ്പൊ അത് എന്റെ മാത്രം കുഞ്ഞ, നമ്മുടെ കുഞ്ഞല്ല. എന്റെ മാത്രം. ഞാൻ കൊണ്ടുപോവാ അതിനെ എന്നോടൊപ്പം. അധികം വൈകാതെ നിനക്കൊരു കുഞ്ഞ് ജനിക്കും. ലാളിക്കാനും കൊഞ്ചിക്കാനും താലോലിക്കാനും. അതിനിടയില് നിങ്ങൾക്ക് കുത്തി നോവിക്കാൻ എന്തിനാ എന്റെ കുഞ്ഞ്? നിന്റെ കുഞ്ഞിനെങ്കിലും സ്നേഹിക്കാനുള്ള അവകാശം നീ എനിക്ക് തരുന്നില്ലല്ലോ. അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു. അതൊക്കെ മാറും സതി. നിന്റെ കുഞ്ഞ് വരുമ്പോ ആ വേദനകളൊക്കെ മാറും. അതൊക്കെ വിട്ടേക്ക്. ഇനിയൊരു യാത്ര ചോദിപ്പില്ല. ഇറങ്ങട്ടെ? ഈഷ, ഞാനൊന്നും പ്ലീസ്. മറക്കില്ല നിന്നെ ഞാൻ. വെറുക്കേയില്ല. ഇപ്പോഴെങ്കിലും ആ കൊച്ചിനെ തേടി അവരൊക്കെ വന്നല്ലോ. എന്നാലും അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? എങ്ങനെ സന്തോഷിക്കാനാ? ഞാനും അവളെ ഒത്തിരി സ്നേഹിച്ചു. അവളുടെ കുഞ്ഞ് ഈ വീട്ടിൽ വളരുമല്ലോ എന്നോർത്തപ്പോ ഒന്നുകൂടി ഞാൻ അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. സാരമില്ലമ്മേ, അവൾ അവളുടെ കുടുംബത്തിലേക്കല്ലേ പോകുന്നത്. ഏതായാലും അവരിപ്പോ വന്നത് നന്നായി. എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ നീയും രവിയും കൂടി എടുത്തതിന് ശേഷം പിന്നെ എന്താകുമായിരുന്നു? ഞാൻ പറഞ്ഞതുപോലെ നടന്നില്ലേ? എല്ലാം ദൈവാനുഗ്രഹം അമ്മേ. അങ്ങനൊന്നും നടന്നില്ലല്ലോ. സബി, അവളുടെ ആൾക്കാരോടെന്താ ഇങ്ങോട്ട് വരാൻ പറയാതിരുന്നേ? എങ്കിലും എനിക്കും ഒന്ന് കാണായിരുന്നല്ലോ. അവരല്ലല്ലോ ഇവിടെ കൊണ്ടുവന്നാക്കിയതമ്മേ. പിന്നെ എങ്ങനെയാ അവർ വന്ന് വിളിക്കുക? ഹോസ്പിറ്റലിലോട്ട് ആക്കിയാൽ മതിയെന്നാ പറഞ്ഞത്. അവരെവിടെയുള്ളവരാ? ഒന്നും അറിയില്ല. ശ്രുതിയൊന്നും പറഞ്ഞുമില്ല. ശരിയാ, അവൾ ഇതുവരെ എന്നോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ആ കുഞ്ഞിനെയെങ്കിലും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് ഇനിയും കാണല്ലോ അമ്മേ. എവിടെ പോയി കാണാനാ? അതൊക്കെ കണക്കാ. ആ മോളെ, ആയിരിക്കുന്ന മരുന്നുകൂടി എടുത്തു വെച്ചേ. ആയുർവേദ മരുന്നാ, അവള് കഴിച്ചോണ്ടിരുന്നതാ.
ഇനി ഇതിന്റെ ഒന്നും ആവശ്യം വരില്ലമ്മേ. ഇനിയൊക്കെ അവര് നോക്കിക്കോളും. സബി, ശ്രുതി പോന്നതില് നിനക്ക് വിഷമമില്ലേ? വിഷമിച്ചിട്ട് എന്താ അമ്മേ? നീ ഒരുപാട് മോഹിച്ചു പോയതല്ലേ? അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കേ. ശ്രുതി എന്തിയ മോളെ? സുദീപിനോട് കാര്യങ്ങളൊക്കെ പറയാൻ പോയതാ. പിള്ളച്ചേട്ടൻ അറിഞ്ഞാൽ ആകെ ബഹളാകൂലോ. അതവള് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ അമ്മേ. അവളിനി എങ്ങോട്ട് പോകാനാ? അവളെ ഇനി ആര് വന്ന് കൊണ്ടുപോകാനാ? അവിടെ ആര് വന്നു എന്നാ പറയുന്നേ? ചുമ്മാതാ. അവിടെ ബന്ധുക്കളൊക്കെ ഇവിടെ അല്ലയോ ഉള്ളത്? അവളെ എവിടെയോ കൊണ്ട് തള്ളാനാ. പിള്ളച്ചേട്ടൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. കൊണ്ടാക്കും. ഞാനിനി അവളെ അങ്ങനെ വിടത്തില്ല. ഞാൻ വിടത്തില്ല അവളെ. മോളെ, മനുഷ്യത്വമില്ലാത്തവര് വിടത്തില്ല ഞാൻ അവളെ. അച്ഛാ. ആ മോളെ, നീ എന്നെ വിട്ടിട്ട് എവിടെ പോവാ? നിന്നെ ഞാനങ്ങനെ വിടത്തില്ല. എല്ലാം അച്ഛൻ അറിഞ്ഞതല്ലേ? എനിക്ക് പോണം. ഞാനിപ്പോ യാത്ര പറയാൻ വന്നതാ. നിനക്ക് ഞാൻ അറിയാത്ത ഏത് ബന്ധുക്കളാ? നിന്നെ ആരാ കൊണ്ടുപോകാൻ പോകുന്നേ? അതൊന്നും ഇപ്പൊ അച്ഛൻ അറിയണ്ട. കൊണ്ടുപോകേണ്ടവര് തന്നെയാ കൊണ്ടുപോകുന്നത്. അത്ര മാത്രം അച്ഛൻ അറിഞ്ഞാ മതി. അപ്പം നിനക്ക് പോയേ പറ്റൂ. എങ്കിൽ പോക്കൂ. പോകുമ്പം ഇതുകൂടെ കൊണ്ടുപോയിക്കൂ. മോക്ക് വേണ്ടിയാ ഇത് എഴുതിയത്, ഈ വിൽപത്രം. എനിക്കൊരു വിൽപത്രവും വേണ്ട. എനിക്കെന്തിനാ നിങ്ങളുടെയൊക്കെ സ്വത്ത്? അതൊക്കെ അവകാശപ്പെട്ടവർക്ക് കൊടുത്താ മതി. ആ അവകാശം നിനക്കുള്ളത് കൊണ്ടാ ഞാനിത് നിനക്ക് തരുന്നത്. നീ ഇത് വാങ്ങണം. ഇത് വെച്ചു. ഇവിടുന്ന് വഴി പിടിച്ച് കയറി വന്ന എനിക്കെന്തിനാ അച്ഛാ സ്വത്ത്? എന്നെ തേടി എന്റെ അവകാശികൾ എത്തി. പിന്നെ നിങ്ങൾക്കൊക്കെ എന്റെ അവകാശം എന്റെ മേല്. ഇത്ര കാലം എന്നെ നോക്കിയതിനും സംരക്ഷിച്ചതിനും എന്താന്ന് വെച്ചാ അങ്ങോട്ട് തരാം. എന്താന്ന് വെച്ചാ. മോളെ, കണക്ക് പറഞ്ഞ് കാശ് കൊടുത്താ തീരുന്നതാണോ സ്നേഹവും കരുതലും അവകാശവും ഒക്കെ ആണോ? അതെ, കാശിനും പണത്തിനും വേണ്ടി ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ മതിയാവും. മോളെ, നീ അങ്ങനൊന്നും പറഞ്ഞു പോകരുത്. നീ പോകരുത്. എന്നെ ഓർത്ത്, മരിച്ചുപോയ എന്റെ സരസ്വതിയെ ഓർത്ത് നീ പോകരുത്. എനിക്കറിയാം നിനക്ക് പോകാൻ ഒരിടവും ഇല്ലെന്ന്. എല്ലാം ചുമ്മാതാ. ഞങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിച്ച് നിന്നെ അവർ ഒഴിവാക്കാൻ കൊണ്ടുപോവാ. അല്ലച്ചാ, ഞാൻ പറഞ്ഞതെല്ലാം സത്യ. ഒരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞതെല്ലാം കള്ളങ്ങളാ. ഒന്നും ശരിയല്ല. ശരി, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മാത്രം. ഇപ്പൊ അതിന് അവകാശപ്പെട്ടിടത്തേക്ക് ഞാൻ പോകുന്നത്. അത്രമാത്രം വിചാരിച്ചാ മതി. മോളെ, നീ പറഞ്ഞതൊക്കെ പറയേണ്ടി വന്നച്ചാ. ഇവിടെ പിടിച്ചു നിൽക്കാൻ. പ്രസവിച്ച കുഞ്ഞിനെ കൊടുത്തിട്ട് പോകാൻ വേണ്ടി പറഞ്ഞതാ. അച്ഛൻ എന്നെ സ്നേഹിക്കാൻ. ഒരു കള്ളം. സത്യം അതൊന്നുമല്ല. എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാ. പക്ഷേ എന്നെ അവന്റെ വീട്ടുകാരും അംഗീകരിച്ചില്ല. അവനെ അവരെന്നിൽ നിന്ന് അകറ്റി. അങ്ങനെ ജീവിതം അടുത്ത് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിയവളാ ഞാൻ. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പൊ അവരെന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞു. അച്ഛാ, ഇതാ സത്യം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല.
ഇറങ്ങാം. ഇനിയൊരു യാത്ര പറച്ചിലില്ല. ഇറങ്ങാം. മോളെ പൊക്കോ, നീ പൊക്കോ. ഞാൻ ചാകുമ്പം തലക്കരികിലിരുന്ന് കരയാൻ നീ ഉണ്ടാവരുത്. പൊക്കോ, പൊക്കോ നീ. ഒരു പെങ്കൊച്ചിനെ എനിക്ക് ദൈവം തന്നില്ല. നീയെങ്കിലും എനിക്കൊരു തുള്ളി വെള്ളം തരാൻ ഞാൻ ആശിച്ചു പോയി. വേണ്ട, പൊക്കോ, പൊക്കോ എല്ലാരും. ഞാൻ ഭ്രാന്തനല്ലേ, ഭ്രാന്തൻ. അവസാനം ചങ്ങലേ കിടന്ന് മരിക്കുമ്പം നീ വന്ന് നോക്കണം. പൊക്കോ, എല്ലാരും പൊക്കോ. ആരും വേണ്ട എനിക്ക്, ഒരാളും വേണ്ട. പൊക്കോ, എല്ലാരും പൊക്കോ. എനിക്കിനി ആരും വേണ്ട. പൊക്കോ, എനിക്ക് ആരും വേണ്ട. മോളെ, മോൾക്ക് നല്ലതേ വരുള്ളൂ. അമ്മ പ്രാർത്ഥിക്കാം. മോൻ പുതിയ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് തന്നെ മാറ്റോ രവിയേട്ടാ? അതിനുള്ള ഏർപ്പാടൊക്കെ സൂസൻ ഡോക്ടർ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ അഡ്മിറ്റ് ആവുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണണം, അത്രേ ഉള്ളൂ അവിടെ. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. അച്ഛനെ ഇനി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ സമിതിച്ചി. അച്ഛൻ അറിയണ്ട ഞാൻ എവിടെയാണെന്ന്. അറിഞ്ഞ എന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അച്ഛന്
നീ മകളെ പോലെ ആയിരുന്നില്ലേ ശ്രുതി? പോലെയല്ല, മകള് തന്നെയാണ്. അതുകൊണ്ടാ അതൊന്നും താങ്ങാൻ കഴിയാത്തത്. ജയസുധയെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം എന്റെ ശല്യം തീർന്നെന്ന്. പിണക്കങ്ങളൊക്കെ മാറ്റി തിരികെ വരാൻ പറയണം. രവിയേട്ടൻ തന്നെ മുൻകൈ എടുത്ത് പ്രോപ്പർട്ടിയൊക്കെ ഭാഗിച്ചു കൊടുക്കണം. എങ്ങനായിരുന്നു ആ വീട് മുമ്പുണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരണം. ഒക്കെ ഒന്ന് നേരെയാവാൻ അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും മോളെ. ജയസുധയെ മോളെന്ന് വിളിക്കേ, എന്നിട്ട് പോകുന്ന കാര്യം പറ. അത് വേണ്ട സബതേച്ചി, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അതല്ല അതിൻ്റെ ശരി. ശ്രുതി തന്നെ പറയുമ്പോൾ അതിനൊരു തന്മയത്വം വരും. പിന്നെ അവക്കും തോന്നും ഇത്രയും നാൾ നിന്നിട്ട് എന്നോടൊരു വാക്ക് പറയാതെ പോയല്ലോ എന്ന്. അത് ശരിയാ ശ്രുതി, ഞാൻ വിളിച്ചു തരാം. നീ ഒന്ന് സംസാരിക്കേ. ജയസുധേ, ജയസുധേ, ഇതെന്തൊരു കടപ്പാ ഇത്? എണീറ്റ് ഒന്നും വല്ലതും കഴിച്ചേ? എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അതെന്തു പറ്റി വിശപ്പില്ലാത്തെ? സുദീപ് വിളിച്ചില്ലേ? ഇതുവരെ വിളിച്ചില്ല. ഞാൻ വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫും. സ്വിച്ച് ഓഫോ? ആ, എന്തെങ്കിലും തീരുമാനമാകുമ്പോ ഇങ്ങ് വരും. എന്ത് വിഷമിച്ച സുദീപേട്ടൻ്റെ അടുത്ത് പോയെന്നറിയോ? ഞാനും പോവോ? അതിന് കാരണക്കാരി ഞാനാണോ? നീയല്ലേ എല്ലാം കെട്ടിപ്പെറുക്കി ഇങ്ങോട്ട് പോകുന്നത്. എണീറ്റ് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. സുദീപായിരിക്കും എടുത്തേ. അല്ല, സബിയേച്ചിയാ. ആഹാ, സബിതിയോ? അപ്പൊ തീരുമാനമായി തുടങ്ങി. നീ ഫോൺ എടുക്ക്. ഹലോ ജയസുധേ, ഞാനിന്ന് ശ്രുതിരെ കൊടുക്ക ഫോൺ. നീയൊന്ന് സംസാരിക്ക അവളോട്. അവക്ക് എന്തോ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. എന്നോട് എന്ത് സംസാരിക്കാനാ? ആരാടി? ശ്രുതിയാ. ദേ കൊടുക്കാം. സംസാരിക്കേ. ജയസുധ, എന്താ നിനക്ക് പറയാനുള്ളത്? നീ ഇനി വിഷമിക്കണ്ട. വിഷമിക്കാനോ? ഇത് പറയാനാണ് ഇപ്പൊ വിളിച്ചത്? എന്റെ വിഷമം നീ നോക്കണ്ട. ഞാൻ പോവാ. ഇനി എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പോവാണെന്തോ? എങ്ങോട്ടാണാവോ? ഹോസ്പിറ്റലിലേക്ക്. അവിടെ എന്റെ ആൾക്കാര് വരും. എനിക്കും ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇനി നിന്റെ മുന്നിൽ ഞാൻ വരില്ല. അത് പറയാനാ ഞാൻ വിളിച്ചേ. ചെയ്തതിന് എല്ലാം ഞാൻ ക്ഷമ പറയാം. എന്താ? എന്തോന്ന്? സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചാ മതി നിങ്ങള്. ഓ, ഹലോ, ആ സിറിൽ? Yeah.